എന്റെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും എന്റെ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഹലോ, എല്ലാരും ഇല്ലേ? ഹലോ, ഹായ്, എന്നെ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ സങ്കടവുമുള്ള ഒരു ദിവസമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനായ നമ്മുടെ എല്ല് രാമേന്ദ്രൻ സാറ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാറ് വിരമിക്കുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. അറിയാമല്ലോ, ഞാനും സാറും കൂടെ 10-12 വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞവരാണ്. ഒരുമിച്ച് കഴിഞ്ഞിട്ടും കുട്ടികളൊന്നുമില്ലേ? അയ്യോ, അങ്ങനെ കഴിഞ്ഞതല്ല. 12 വർഷത്തോളം സാറിന്റെ നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു, അതായിരുന്നു പറഞ്ഞത്. അപ്പൊ സാറിന് വിരമിക്കുന്ന ദിവസമാണ്, അതിന്റെ സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ സാറിന് നിങ്ങൾക്കൊന്ന് കാണിക്കാം. രാമചന്ദ്രൻ സാറേ, രാമചന്ദ്രൻ സാറേ, അയ്യോ സാറ് പോയി. ഒരു മിനിറ്റ്, സാറിനെ കാണാനില്ല, ഞാൻ കട്ട് ചെയ്തൊന്നുകൂടെ വിളിക്കാം. സാറേ, രാമേന്ദ്രൻ സാറേ. അയ്യോ, സംസാരിക്കുന്ന തലയോട്ടിയോ? സംസാരിക്കുന്ന തലയോട്ടി അല്ല, ഞാനാണ് സംസാരിച്ചത്. സാർ എന്തിനാണ് സാർ എപ്പോഴും ഈ തലയോട്ടി എടുത്തോണ്ട് ഇങ്ങനെ നോക്കുന്നത്? ഇതിന്റെ വലതുവശത്തെ ഒരു പല്ല് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. നോക്കുക, അത് കാണുന്നില്ല, നമുക്ക് എടുത്തു വെച്ചേക്കാം. ഈ തലയോട്ടി എനിക്ക് ഭയങ്കര ബന്ധമുള്ളതാണ്. എന്ത് ബന്ധം? ഇതാണ്, ഈ തലയോട്ടിയുടെ ഉടമസ്ഥനെയാണ് ഞാൻ ആദ്യമായി സപ്രക്രിയ ചെയ്തത്. സപ്രക്രിയ മറ്റേ സാധനം ഉണ്ടല്ലോ, ഓപ്പറേഷൻ. അത് മതി. അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തത്, എന്റെ ആദ്യത്തെ ഓപ്പറേഷൻ, അവന്റെ അവസാനത്തെ ഓപ്പറേഷനും. അത് സാർ ഈ തലയോട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. സാറേ, ഇന്നത്തെ ദിവസം അറിയാലോ? അയ്യോ, ഇന്നത്തെ ദിവസം അറിയാം. സാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസമാണ്. അതെ അതെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട്. ഞാൻ 5999 പേരുടെ കാലിലും കയ്യിലുമായിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതെ, എനിക്ക് 6000 ഒരൊറ്റ ഒരെണ്ണം കൂടെ വേണം 6000 തികയ്ക്കാൻ. അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു രോഗിയില്ല ഇവിടെ ഇപ്പൊ. ഇനിയിപ്പൊ തന്നെ 6000 തികയ്ക്കണമെന്ന് സാറിന് എന്താണ് ഇത്ര ഒരു നിർബന്ധം? എന്റെ സിറ്റർ സച്ചിൻ 99 ആവുമ്പോ ഔട്ട് ആവുന്നതിന്റെ ഒരു വിഷമമുണ്ടല്ലോ, ആ വിഷമമാണെന്ന് എനിക്ക്. സാറേ, എനിക്കൊരു ഐഡിയ. ഈ വിനയൻ ഡോക്ടറിലെ താലൂക്ക് ആശുപത്രിയിൽ എന്റെ ജൂനിയർ ആയിരുന്നു. ഈ വിനയൻ ഡോക്ടർക്ക് ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ സാറൊന്ന് വിളിച്ചു വെച്ച ഒരു രോഗി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 6000 തികയ്ക്കാമല്ലോ. അയ്യോ, വിനയൻ ഡോക്ടർ എന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ആളല്ലേ, പഠിച്ച ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എന്റെ അടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബഹുമാനമാ. അപ്പൊ തെറ്റുവാ. അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചുതരാം. സാറ് സംസാരിച്ചാൽ മതി. ഹലോ ഹലോ, വിനയൻ ഡോക്ടറാണോ? അതെ, വിനയൻ ഡോക്ടറാണ്. സാറേ, ഞാൻ സിസ്റ്റർ പൊന്നമ്മയാണ്. എനിക്ക് മനസ്സിലായി സിസ്റ്ററെ, പറഞ്ഞാട്ടെ, കാര്യം പറഞ്ഞാട്ടെ. എന്റെ അടുത്ത് ഒരാള് നിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. ആരാണെന്ന് കണ്ടുപിടിക്കാമോ? സിസ്റ്റർ ലില്ലിയാണോ? അയ്യോ, ലില്ലി സിസ്റ്റർ അല്ല. സിസ്റ്റർ ശാന്തമ്മയാണോ? അയ്യോ, ശാന്തമ്മ സിസ്റ്റർ അല്ല, ഞാൻ കൊടുക്കാം. ആരായാലും കൊടുക്കും, ഞാൻ ശബ്ദം വെച്ച് കണ്ടുപിടിക്കും. ഹലോ, വിനയൻ ഡോക്ടറെ. ആരാടാ നീ? അയ്യോ, ഞാൻ എല്ല് രാമേന്ദ്രൻ സാറാണ്. ഓ, പറഞ്ഞാട്ടെ സാറേ, കാര്യം എന്തുവാ? അയ്യോ, എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു, പറഞ്ഞു. ഞാൻ ഇന്ന് വിരമിക്കുകയാണ്. അപ്പൊ എനിക്ക് 5999 പ്ലാസ്റ്റർ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. 6000 തികയ്ക്കാൻ വേണ്ടി ഒരു രോഗി ഇവിടെ ഇല്ല. അവിടെ വല്ല രോഗികൾ കൊണ്ട് തൽക്കാലത്തേക്ക് 1-2 രോഗികളെ ഇങ്ങോട്ടൊന്ന് മറിക്കാൻ പറ്റുമോ? എന്ത് വൃത്തിയാടാ സാറേ പറയുന്നത്? താൻ എന്തോ വിചാരിച്ചത്? ഇത് കുഞ്ഞുകളിയാന്നോ ഒരു ഡോക്ടറെ മറിക്കാനെന്ന് പോലും? എനിക്കൊരു രോഗ്യം കിട്ടുന്നില്ല, ഞാൻ എന്തു ചെയ്യും? അല്ല, വിനയൻ ഡോക്ടർ എന്തോ പറഞ്ഞു? വിനയൻ ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. അല്ല ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അപ്പുറത്തെ വാർഡിനകത്തെ 2 പേര് അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയാണല്ലോ. അയ്യോ, അവരെ എടുക്കാൻ പറ്റത്തില്ല, അവര് രോഗികളല്ല. പിന്നെ അവര് എന്റെ കാറിന്റെ EMI വിരിക്കാൻ വന്നവരാണ്. 2 അനസ്തേഷ്യ കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. അയ്യോ, അതൊക്കെ അവരെ എന്ന് റിലീസ് ചെയ്യും? 1-ാം തീയതി റിലീസ് ചെയ്യാം. അനസ്തേഷ്യ മാറ്റി വിടാം. എന്തെങ്കിലും പൈസ കിട്ടത്തുള്ളൂ. എന്റെ ഡോക്ടറെ, അയ്യോ, ആരോ വരുന്നുണ്ട്. അയ്യോ, ഡോക്ടർക്ക് ഭാഗ്യമുണ്ട്, 6000 തികയ്ക്കാൻ പറ്റും. ഏതോ ഒരാൾ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, അയാളെ നമുക്ക് സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ ഇരുത്താം. ഹലോ, ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ്. അസ്ഥിരോഗ വിഭാഗം. അസ്ഥിരോഗ വിഭാഗം തന്നെ ആണല്ലോ. അല്ല, മാനസിക വിഭാഗം അല്ലല്ലോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇവിടെ
എന്താ പ്രശ്നം? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ വരുന്ന വഴിക്ക് ബസ്സിനൊന്ന് ഇറങ്ങിയപ്പോ എന്റെ കാലം നുളുക്കി. പ്ലാസ്റ്റർ ഇടണം. പ്ലാസ്റ്റർ ഉണ്ടോ? ചെറിയ പരിപാടിയേ ഉള്ളൂ. ചെറിയ പരിപാടി. ഞാനൊന്ന് പറയട്ടെ, രോഗം പറയട്ടെ. കാലം ഇങ്ങോട്ട് സ്റ്റെപ്പ് നിങ്ങോട്ട് ഇറക്കുകയും ഒന്നും മടുത്ത്. സ്വന്തം കാല് വരെ നിങ്ങളെ മടുത്തു. അപ്പൊ അത്ര നല്ല സ്വഭാവമാണ്. കാലൊന്ന് പരിശോധിക്കും. ഒന്ന് പരിശോധിച്ച് നോക്കൂ. അയ്യോ, വേദനയുണ്ടോ? അല്ല, ചെറിയൊരു വികാരം. വികാരോ? അല്ല, വേദന. വേദനയില്ല, വികാരം. വേദന. അയ്യോ, പ്ലാസ്റ്റർ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്ലാസ്റ്റർ ഇടണം ഇപ്പൊ. ഡോക്ടർ, എനിക്ക് തോന്നുന്നതേ ഇയാൾക്കേ അസ്ഥിയുടെ അസുഖം അല്ല, ഞരമ്പിന്റെ അസുഖം എന്നാ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇയാളെ ചീട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? ഇയാളുടെ പേരെന്തോ? ഇത് എന്റെ പേര് ചോറ്റുപാത്രത്തിൽ കറിയ. ചോറ്റുപാത്രത്തിൽ കറിയല്ലാതെ പിന്നെ മണ്ണ് വാരിയിടാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ? എനിക്ക് പ്ലാസ്റ്റർ ഇടണം. പൊന്നു ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് പോടെ. എന്റെ ഭാര്യയാണെങ്കിൽ ഒരു കൈകെട്ടിക്കളിയുടെ ആശാട്ടിയാ. കൈവെട്ടിക്കളി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കൈവെട്ടിയ ആൾക്കാരെ എല്ലാം കൊണ്ടുവരും. ഞാൻ പ്ലാസ്റ്റർ ഇട്ട് റെഡിയാക്കി തരാം. ഡോക്ടർ, അതല്ല പറഞ്ഞത്. ഡോക്ടർ, ഇയാളെ കാല് ശരിക്കും പരിശോധിച്ച് എന്താന്ന് വെച്ചാ മരുന്ന് കൊടുക്ക്. ഡോക്ടറെ, ഒരു എക്സ്റേ എടുത്തിട്ടേ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു വേദനയ്ക്കുള്ള ഒരു ഗുളികൻ തന്നാല് എനിക്ക് അസുഖം മാറാനുള്ള കാര്യമുള്ളൂ. അല്ല, ഇത് വലിയ വിഷയമൊന്നുമില്ല, എനിക്കറിയാവുന്ന വിഷയമുള്ളൂ. എന്തുവാ എന്തുവാ വിടവാ. എന്തുവാ? ഇയാളാണല്ലോ ഡോക്ടർ, ഞാൻ രോഗി. എനിക്കറിയാവുന്ന ചികിത്സ എന്താ ഇയാൾ പറയുന്നത്? ഞാൻ പറയുന്നില്ലോ ഇയാളുടെ കാലിൽ പ്ലാസ്റ്റർ ഇടണം, പ്ലാസ്റ്റർ ഇടണം, പ്ലാസ്റ്റർ ഇടണമെന്ന്. ഇത് കൊള്ളാം. ഇയാള് പഠിച്ചതാണോ? ഇയാള് പഠിച്ചതാണോ? ഞാൻ പഠിച്ചതാ. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് ജയിച്ചോ? തോറ്റുപോയി. കൊള്ളാം. എടാ, 10ാം ക്ലാസ് തോറ്റ താൻ പറയുന്നതാണോ അല്ലെങ്കിൽ MBBS പഠിച്ച ഡോക്ടർ പറയുന്നതാണോ ഏറ്റവും വലുത്? എന്ത് ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന്. ഇയാൾക്ക് എന്താ പോയിട്ട് എന്തോ ഇത്ര ധൃതി? ഡോക്ടർ, ഭാര്യ കൈകൊട്ടിക്കളുടെ ആശാട്ടിയാ ഞാൻ അതെ, അതെ, പറഞ്ഞു. അതെ. ഇന്ന് അവർക്ക് തന്നെ അവർക്ക് വെക്കാനുള്ള പൂവാ ഇത്, തല വെക്കാനുള്ള പൂ. ഈ പൂ കൊണ്ട് എന്നല്ലേ എന്റെ കാല് തല്ലി ഓടിക്കുന്നവള്. കൈവെട്ടി മറ്റേ താരിലങ്കിളി, തളിരിലങ്കിളി, തോമൻ അങ്ങനെ ദേശിച്ച് കളിക്കുന്ന കളിയല്ലേ? അതന്നെ, അതന്നെ. അയ്യോ, അങ്ങനെ എന്താ പറഞ്ഞേ? അതുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഭാര്യ. മുട്ടുകാല് തല്ലി. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മെഡിക്കൽ ഡിസ്കഷൻ. അതായത് ഡോക്ടർ, അതായത് ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഓടിക്കും. പ്ലാൻ എ. അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പ്ലാനിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്ലാനിന്റെ? അപ്പൊ ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഓടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കാല് തകരും. അപ്പൊ നമുക്ക് ഇയാളുടെ കാല് പ്ലാസ്റ്റർ ഇടാം. സാറിന്റെ 6000 തികയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ നയത്തിൽ അയാളെ പിടിച്ചു വെച്ചിരുന്ന സമയത്ത് അയാളുടെ ഇതങ്ങ് മാറ്റി കൊടുത്താൽ മതി. മാറ്റി കൊടുക്കണം. ഡോക്ടറെ, ചോറ്റുപാത്രത്തിൽ അറിയാ. ഇന്ന് ഡോക്ടർ വിരമിക്കുന്ന ദിവസമായില്ലേ? അതെ, അതെ. അപ്പൊ ഈ ഡോക്ടറെ, ഈ അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതിന് വലിയ കഥയാണ്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ഒരു പെൺകുട്ടിയും കൂടെ അസ്ഥിക്ക് പിടിച്ച ഒരു പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് 64 ഇപ്പൊ കാലിനൊരു കുരുവില്ലല്ലോ പെണ്ണും പ്രണയത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. അങ്ങനെ അസ്ഥിക്ക് പിടിച്ച പ്രണയം കഴിച്ചപ്പോഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ആങ്ങളമാരും അമ്മാച്ചന്മാരും കൂടെ ചേർന്നുകൊണ്ട് എന്റെ അസ്ഥികൾ ഓരോന്നോരോന്നായി ഓടിച്ചു. അങ്ങനെയാണ് ഞാൻ അകൽച്ചയുടെ വേദന ആദ്യമായിട്ട് അറിയുന്നത്. ആ പെണ്ണ് അകന്നു പോയതിന്റെ വേദനയാണോ? പെണ്ണകന്നു പോയതിന്റെ അല്ല, അമ്മ ഓടിച്ച അസ്ഥികൾ ഓരോന്നും അകലിന്റെ ഒരു വേദന. എന്റെ പൊന്നു മോനെ, അത് നമ്മൾ സഹിക്കത്തില്ല. ആ ദിവസം ഞാൻ തീരുമാനമെടുത്തു, ഞാനൊരു അസ്ഥിരോഗ വിദഗ്ധൻ ആകുമെന്ന്. അത് മാത്രമല്ല, സാറിന് എല്ലിനോട് ഭയങ്കര സ്നേഹമാണ്. ആണോ? അതുകൊണ്ട് വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന എൽബോർഡ് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ വിരമിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ഇന്ന് എല്ലാവർക്കും സ്വീറ്റ്സിന് വരെ എന്താ കൊടുക്കുന്നത്? എന്തുവാ? എല്ലും കപ്പയും. അതാണ് സാറിന് എല്ലിനോടുള്ള സ്നേഹം. അപ്പൊ എനിക്ക് പെട്ടെന്ന് സിസ്റ്ററെ, എന്റെ പൂ സഞ്ചി ഇവിടുന്ന് എന്ത്? പൂവോ? എന്റെ പൂ സഞ്ചി. പൂ നിങ്ങളവിടെ കൊണ്ടുവന്നില്ല? അതിന് പൂ സഞ്ചി കൊണ്ടുവന്നു. വരാൻ പറ. ഇവിടെ കൊണ്ടുവന്ന് പെണ്ണുമ്പളടുത്ത് വരാൻ പറ. നമുക്ക് നോക്കാം. നമുക്ക് അവരുടെ അടുത്ത് അതില്ല, ഞാൻ ചെല്ലാൻ പറ്റത്തില്ല അങ്ങോട്ട്. അയ്യോ, പെണ്ണുമ്പിള്ള വന്ന കാല് തല്ലി ഓടിക്കുന്നേ. ഒരു മിനിറ്റ്, അവൾ വിളിക്കുന്നു. ഹലോ എടീ, മറ്റേ പൂവിന്റെ കാര്യം ചെറിയ വിഷയമായിട്ട് അത് മിസ്സായി പോയി. കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞു? കുഴപ്പമില്ല, തൽക്കാലം പൂ കൊണ്ടുവരണ്ട. അവര് ചെമ്പരത്തി പൂ എല്ലാം തല വെച്ചോണ്ട് കളിക്കുവാ. അവർ അഡ്ജസ്റ്റ് ചെയ്തത് പൂ വേണ്ടാന്ന്. അയ്യോ, അങ്ങനെ അല്ലല്ലോ, വന്ന് കാല് തല്ലി ഓടിക്കുന്നല്ലേ പറഞ്ഞു? ഇല്ല, പൂ വേണ്ട. ഉറപ്പാണോ? പൂ വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്തുവാ? ഇയാള് വന്നപ്പോഴേ കുറച്ച് പൂ കൊണ്ട് വന്നായിരുന്നു. കൊണ്ടുവന്നേ? ഞാനിതങ്ങ് എടുത്ത് മാറ്റി വെച്ചതാ വെറുതെ. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞേ? കള്ളം പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ആണല്ലോ. അപ്പൊ ഞാൻ ചെറുതായിട്ട് പറ്റിച്ച. എനിക്ക് കോളൊന്നും വന്നില്ലായിരുന്നു. എനിക്കറിയാം പൂ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അത് വാങ്ങിക്കാൻ ഒരു കള്ളത്തരം പറഞ്ഞതാ. ഒരു കാര്യം, ഞാൻ താമസിച്ചാലേ അവള് കൈകൊട്ടിക്കളി മാത്രമല്ല, അവള് കളരിയുടെ ആശാട്ടിയും കൂടെ. അവൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ മുട്ടുകാർ തല്ലി ഓടിക്കും. തല്ലി ഓടിക്കും. അങ്ങനെ ഒരു കാര്യം പറ. എന്റെ കൈ ഒടിക്കണ്ട, കാല് മാത്രം തല്ലി ഓടിച്ചാൽ മതി. അതെന്താ? അങ്ങനെങ്കിലും എനിക്ക് 6000 തേക്കാമല്ലോ സ്വന്തമായിട്ട്. ഡോക്ടറെ